ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, മുട്ടത്തോട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻലി ബേസായിട്ട് കൊടുക്കുന്നത്. ഈ ഒരു മുട്ടത്തോടാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കാണണ്ടേ? അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതും സ്പെഷ്യലി ഒരു വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ് നമ്മൾ റെഡിയാക്കാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പ് കൂടി എടുക്കുന്നുണ്ട്. ശേഷം ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മുട്ടത്തോട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് ഒട്ടിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറാണ്. ചെറിയൊരു പീസ് മതി. ന്യൂസ് പേപ്പർ ഇവിടെ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലായിരുന്നു. ടിഷ്യൂ പേപ്പർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ശേഷം എന്താ ഇതുപോലെ നമ്മൾ നന്നായിട്ടൊന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈക്വൽ റേഷ്യോയിൽ വൈറ്റ് ഗ്ലൂവും അതുപോലെ തന്നെ വെള്ളവും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മുമ്പ് പല വീഡിയോയിലും ചെയ്തിട്ടുള്ളതുപോലെ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഈ പേപ്പേഴ്സ് എല്ലാം നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ വെള്ളവും ഈ ഒരു ഗ്ലൂവും കൂടിയുള്ള ആ ഒരു മിക്സ് ഇതിന് മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ട് പേപ്പർ സ്റ്റിക്കാക്കി കൊടുത്താലും മതി. ഒന്നുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതാ ഈ ഓരോ പീസും ഇതിലേക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം അധികം പൊട്ടാതെ നല്ല ഒരു കുറച്ചൊരു ബലം കിട്ടുന്നതായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ടെക്സ്ചർ കിട്ടുകയും ചെയ്യും. മുമ്പുള്ള വാലന്റൈൻസ് ഡേ വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതുപോലെ കുറേ DIY ഗിഫ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുകയും വേണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലുമൊക്കെ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. കൂടുതലും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അധികം ചിലവെന്നല്ല, തീരെ ചിലവില്ലാത്ത രീതിക്കാണ് നമ്മൾ മിക്കവാറും എല്ലാ വീഡിയോസും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളതാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള റീയൂസസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കാം. നെക്സ്റ്റ് ഞാൻ ഇതുപോലെ ഒരു സ്പോഞ്ച് എടുക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ചില ബാഗൊക്കെ വാങ്ങുമ്പോഴോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലത്തെ സ്പോഞ്ച് കിട്ടും. അങ്ങനെ ഈ ഒരു സ്പോഞ്ചിൽ നിന്ന് നമ്മൾ കുറേയധികം ഹാർട്ട് ഷേപ്പിന് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളറ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു പെയിൻറ്റ് ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും ജസ്റ്റ് ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്കിതാണ് ഒന്നുകൂടി ഈസി ആയിട്ട് തോന്നിയത്. അപ്പോൾ ഈ കളറല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ മറ്റേത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോമൺലി നമ്മളെപ്പോഴും റെഡും ഒക്കെ ആയിരിക്കും എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പർപ്പിൾ കളറ് കൊടുത്തതേ ഉള്ളൂ. ഇതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഏകദേശം ഒരു ആൻറ്റിക് ലുക്ക് കൊണ്ടുവരാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ പെയിൻ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവണം. അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിക്കഴിഞ്ഞ ശേഷം നമ്മൾ മുമ്പെടുത്ത ആ ഒരു സ്പോഞ്ച് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗം പീസസ് ആക്കിയിട്ട് ഇതിനുള്ളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം എന്താ നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ ഹാർട്ടും ഫസ്റ്റ് ഇതിലേക്കൊന്ന് കുത്തി നിറച്ച് കൊടുക്കുക. അതിനുശേഷം ബാലൻസ് വരുന്നതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറം സൈഡിലായിട്ട് ഒന്നിട്ട് ഒട്ടിച്ചെടുക്കാം.
പിന്നെ ചെയ്യുന്ന സമയത്ത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് കളറൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ല ലുക്ക് ഉണ്ടാകും. അപ്പോൾ എനിക്ക് ഇവിടെ ഇതാണ് പറ്റിപ്പോയത്. ഈ ഒരു രണ്ടും ഏകദേശം ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കൊരു എടുപ്പ് കിട്ടുന്നില്ല. പക്ഷേ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പർപ്പിൾ കളർ യൂസ് ചെയ്തത്. ശേഷം എന്താ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെയോ ഒക്കെ ലേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴെയായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടി കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു ക്യൂട്ട് ലുക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ മെറ്റാലിക് സിൽവർ പെയിൻറ്റാണ്, ആക്രിലിക് പെയിൻറ്റ്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതായി കണ്ടില്ലേ, നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒന്ന് അടിപൊളിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് 2-3 സ്പോഞ്ചും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സിൽവർ കളർ തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും കൂടി ഇതിലേക്കൊന്ന് ഒട്ടിച്ച് കൊടുത്തപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ലുക്ക്? അടിപൊളിയായില്ലേ? അപ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ഒരു ലൈറ്റ് കളറൊക്കെ എടുക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ മുട്ടത്തോട് വെച്ചിട്ടുള്ള ഇന്നത്തെ ഈ ഒരു DIY ഗിഫ്റ്റ് എല്ലാവർക്കും ഈസി ആയിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതാ ഈ ഒരു സംഭവം കണ്ടോ, നമ്മൾ മുമ്പ് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. വീഡിയോ ഓൾറെഡി അപ്ലോഡഡ് ആണ്. ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുന്നതിന് പ്രതീക്ഷിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.